ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഇന്നും ഉയർത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് പ്രതികൾക്കൊക്കെ സ്വാഭാവിക ജാമ്യം കിട്ടുന്നത്, എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ SITക്കെതിരെ വീണ്ടും SIT അല്ലെങ്കിൽ വീണ്ടും സംശയമുനയിലേക്ക് വരികയല്ലേ സർ? അല്ല, ജനങ്ങൾക്ക് SITയുടെ ഈ പോക്കിൽ സംശയമുണ്ട് എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. എന്ന് മാത്രവുമല്ല, ഇതിൽ സുപ്രധാനമായ അറസ്റ്റുകൾ നടക്കുന്നതും അവരെ പ്രതി ചേർക്കുന്നതെല്ലാം കോടതി ഇടപെടുമ്പോൾ മാത്രമാണ് എന്ന ഒരു കാര്യം കൂടി SITയുടെ ഇതിലുണ്ട്. ഇത് കൂടാതെ കഴിഞ്ഞ ജഡ്ജ്മെൻറ്റിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഈ സിംഗിൾ ബെഞ്ച് നടത്തിയിട്ടുള്ളത്. ജസ്റ്റിസ് ബദറുദ്ദീൻ. കാരണം ലാക്സിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്, കൃത്യവിലോപമുണ്ട് SITയുടെ അന്വേഷണത്തിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു കോടതിക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും മാന്യമായ വാക്കുകൾ ഉപയോഗിച്ച് വളരെ ഗുരുതരമായ ഒരു അവസ്ഥാവിശേഷമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും വൈകേണ്ട കാര്യമുണ്ടോ സർ? ശാസ്ത്രീയ പരിശോധനയൊന്നും പൂർത്തിയാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് എന്നുള്ള ഒഴിവുകളൊക്കെ പറയുന്നത്. ഇതുപോലുള്ളൊരു കേസിൽ ശാസ്ത്രീയ പരിശോധനയും എല്ലാ പ്രതികളുടെയും ചോദ്യം ചെയ്യലും എല്ലാം കഴിഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ട് സമയം എടുക്കും. അത്തരം സന്ദർഭങ്ങളിൽ ഇടക്കാല കുറ്റപത്രം കൊടുക്കാറുണ്ട്. ഇടക്കാല കുറ്റപത്രം കൊടുക്കാൻ ഇവർക്ക് ഒരു തടസ്സവും ഇല്ല. അതിവർ ചെയ്യാത്തത് എന്ത് എന്നുള്ളതാണ്. സമ്പൂർണ്ണമായ കുറ്റപത്രമല്ല കൊടുക്കാൻ പറയുന്നത്, ഇടക്കാല കുറ്റപത്രം കൊടുക്കാമല്ലോ. അതിന് ഇവർ പറയുന്നൊരു കാര്യം, ഞങ്ങൾക്കിതുവരെ തൊണ്ടി മുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കിട്ടിയ സ്വർണ്ണമായതുകൊണ്ട് തന്നെ അത് ഉരുക്കിപ്പോയിട്ടുണ്ടാകും. ആ ഉരുക്കിപ്പോയിരിക്കുന്ന കാര്യങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് അന്വേഷിക്കേണ്ടി വരും. ഇവിടെ നിന്ന് ഈ സാധനങ്ങൾ പോയി എന്നുള്ള കാര്യം വളരെ ഉറപ്പ്. ആ പോയി എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു, അതിന് തെളിവുമുണ്ട്. അപ്പോൾ ഇനി അത് എവിടെ നിന്നാണെന്നൊക്കെ അന്വേഷിക്കേണ്ടി വരും. അതിന് ഒരുപാട് പേരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആ ചോദ്യം ചെയ്യലുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് ഇടക്കാല കുറ്റപത്രം കൊടുക്കാമല്ലോ, അവർക്ക് ഡിഫൻസും ഉണ്ടല്ലോ. ഇപ്പം മുരാരി ബാബു, 2 കേസാണ് മുരാരി ബാബുവിനെതിരെ. മുരാരി ബാബു പുറത്തിറങ്ങി, ഇനി പോറ്റിയും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അല്ല, പോറ്റി എല്ലാവരും പുറത്തിറങ്ങും. കാരണം ഇതുപോലെ കൃത്യവിലോപം നടത്തിയ ഒരു അന്വേഷണം, ഇത്ര ഗുരുതരമായൊരു പ്രശ്നത്തിൽ ഇതുപോലെ കൃത്യവിലോപം നടത്തിയ ഒരു അന്വേഷണം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലെന്നല്ല ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഹൈക്കോടതി നിരീക്ഷണത്തിലാണല്ലോ SIT പോലും. എന്നിട്ട് പോലും കോടതിയെ കബളിപ്പിക്കുന്ന തരത്തിലേക്ക് അന്വേഷണം. അല്ല, ഒന്നുകിൽ കോടതി, ഈ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് SITക്ക് സമ്പൂർണമായ പിന്തുണ കൊടുത്തുകൊണ്ട് അവരെ വിട്ടിരിക്കുന്നതാണ്. കാരണം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറയുന്നത് അവർക്ക് ഈ SITയിൽ സമ്പൂർണ്ണ വിശ്വാസം ഉണ്ടെന്നാണ്. പക്ഷേ ആ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം കാണണ്ടേ? ഫലഭാഗം വരുന്ന സമയത്ത് അതിലൊന്നും കാണുന്നില്ല, എന്തെങ്കിലും കാണണ്ടേ? ഇത് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ച് പറയുമ്പോഴാണ് ഓരോരുത്തരെ പോയിട്ട് ഇവർ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അറസ്റ്റ് ഇല്ല. ശരിയാണ്. ഇതുവരെയുള്ള കേസിന്റെ നാൾ വഴി എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ സാർ പറഞ്ഞതുപോലെ തന്നെയാണ്, അറസ്റ്റ് ഇല്ല. അല്ലെങ്കിൽ ബദറുദ്ദീൻ ജാമ്യം വരുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ഇത് ചെയ്യണമെന്ന് ചോദിക്കും. ജാമ്യം നിഷേധിച്ചുകൊണ്ട് കിടക്കുന്ന ഉത്തരവിലാണ് ഇത് വരുന്നത്. അപ്പോഴാണ് ഇവർ പോയിട്ട് ഒരാളെ ചോദ്യം ചെയ്യുന്നത്, അറസ്റ്റ് ചെയ്യുന്നത്. ഇവർക്ക് സ്വന്തം നിലക്ക് എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ കഴിയാത്തത്? ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ളൊരു കേസ്. കാരണം ഇവർ ആരെ ചോദ്യം ചെയ്തിട്ടുണ്ട്? ഇവർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തോ? ഇതുവരെ നമുക്കറിയില്ല. ഇവർ ആൻ്റോ ആൻ്റണിയെ ചോദ്യം ചെയ്തോ? നമുക്കിതുവരെ അറിയില്ല. ഇവർ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തു, അതും നമുക്കറിയില്ല. ഇനി ഏറ്റവും ഒടുവിൽ പറയുമ്പോൾ എൻ്റെ ഒരു സംശയമാണ്, അജയ് തറയിൽ എന്ന് പറയുന്ന നേതാവിൻ്റെ പേര് പോലും വന്നിരുന്നു. ഇതൊന്നും ഇത് അങ്ങനെയല്ല. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടിമരം മാറ്റുന്നത് തുടങ്ങിയാണ് ഇത് ആസൂത്രിതമായിട്ട് ഇതിനെ മുക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്ത് പോകുന്നത്. കാരണം ഈ കൊടിമരം മാറ്റുന്ന സമയത്ത് മൊത്തം അതിൽ നടത്തിയിരിക്കുന്ന മറ്റേതുണ്ട് ദേവപ്രശ്നം, അത് തന്നെ ദേവപ്രശ്നം വെച്ചവരും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ശ്രീകോവിലടക്കം മാറ്റണമെന്നാണ് അവർ പറഞ്ഞേക്കണത്. കാര്യം മനസ്സിലായില്ലേ? ശ്രീകോവിലാണ് എന്ത് പൊതിഞ്ഞിരിക്കുന്നത്? സ്വർണം പൊതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രീകോവിലടക്കം മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 38 കിലോ സ്വർണം അടിച്ചു മാറ്റാമെന്നാണ്. 38,628 ഗ്രാം സ്വർണം അടിച്ചു മാറ്റാനുള്ള പദ്ധതിയാണ് അന്നുണ്ടാക്കിയത്.
ഇതിന്റെ എല്ലാ സൂത്രധാരൻ എന്ന് പറയുന്നത് മുരാരി ബാബു ആണ്. അല്ല, മുരാരി മാത്രമല്ല, മുരാരി ഉണ്ട് അതിനകത്ത്, ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആണ്. മുരാരി മാത്രമല്ല, അതിൻ്റെ എല്ലാത്തിൻ്റെയും കിങ് പിൻ എന്ന് പറഞ്ഞാൽ തന്ത്രിയുണ്ട്, ദേവസ്വം ഉദ്യോഗസ്ഥരുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും ഉണ്ട്. ഇതിപ്പോൾ എത്ര ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. അത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, അങ്ങനെ ആണ് കീഴ്വഴക്കമെന്ന് പറഞ്ഞു. ഞങ്ങളത് എടുത്ത് കൊടുത്ത് ഇവർക്ക് ആരധികാരം കൊടുത്ത്? ഇവർ ദേവസ്വം പ്രോപ്പർട്ടീസിൻ്റെ ഉടമസ്ഥരല്ല. ദേവസ്വം ബോർഡ് പ്രയാർ ഗോപാലകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ അംഗങ്ങളും അതിൻ്റെ ഉടമസ്ഥരല്ല. അത് ദേവൻ്റെ പ്രോപ്പർട്ടി അല്ലേ. ദേവൻ്റെ പ്രോപ്പർട്ടി എടുത്തു കൊടുക്കാൻ ഇവർക്ക് ആരധികാരം കൊടുത്ത്? അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഏതാണ്ട് 10 കിലോ തൂക്കം വരുന്ന എത്രയോ കോടി വിലയുള്ള ഒരു കാര്യം എടുത്തിട്ട് നേരെ തന്ത്രിക്ക് കൊടുക്കുകയാണ്. അതെൻ്റെ ആണെന്ന് തന്ത്രി പറഞ്ഞ് ഞങ്ങൾ കൊടുത്തു എന്ന്. അപ്പോൾ എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇനി ഇത് കൊടുക്കാൻ എന്തെങ്കിലും ഒരു പ്രോട്ടോക്കോൾ പാലിച്ചിട്ടുണ്ടോ? അതുമില്ലല്ലോ. എന്തെങ്കിലും ഒരു പ്രോട്ടോക്കോൾ? ഇത് അവിടെ നിങ്ങളുടെ ഇറക്കി ഉടനെ തന്നെ എടുത്ത് തന്ത്രിക്ക് കൊടുക്കുകയാണ്. തന്ത്രിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അതവിടെ വെച്ചതിന് ശേഷം ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം നോക്കി അതിൻ്റെ കടലാസ് മുഴുവൻ ശരിയാക്കി ഫയൽ ശരിയാക്കി വെക്കണ്ടേ? ഇതൊന്നും ശരിയാക്കാതെ കൊടുത്തേക്കാണ്. അപ്പോൾ ഇത് ഈ കൊടിമരം മാറ്റുക എന്നുള്ളത് മൊത്തം അടിച്ചു മാറ്റുന്നതിൻ്റെ 1-ാം ഘട്ടം മാത്രമായിരുന്നു. രണ്ടാം ഘട്ടത്തിലാണ് എന്ത് വന്നിരിക്കുന്നത്? വാതിൽപ്പാളികളും പിന്നെ ദ്വാരപാലക ശില്പങ്ങളും മാറ്റിയത്. 3-ാം ഘട്ടം വരുമ്പോഴേക്കും ഇത് മുഴുവൻ മാറ്റും. കാരണം മറ്റേ പ്രശ്നവിധിയുണ്ട്. അപ്പോൾ തന്ത്രിയാണ് ആദ്യം പറയുന്നത് എന്ത്? കോൺക്രീറ്റ് കൊടിമരം ചെതലെടുത്തെന്ന് പറയുന്നത്. എങ്ങനെയാണ് കോൺക്രീറ്റ് ചെതലെടുക്കുക? എൻ്റെ ഒരു ചെറിയ സംശയമാണ് സർ. ഈ തന്ത്രി എന്ന് പറയുന്നത് ദേവന്റെ പിതാവാണ് എന്നാണല്ലോ അവരവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ മകന്റെ ചുറ്റുവട്ടം ഇരിക്കുന്ന വസ്തുക്കൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അറിയാൻ പറ്റാതെ പോകും. അയാൾക്ക് അറിയാമായിരുന്നല്ലോ, കൃത്യമായിട്ട് അറിയാമായിരുന്നു. കാരണം ഈ മല്ലയ്യ കൊണ്ടുവന്ന് ഇത് പൊതിയുന്ന സമയത്തും രാജീവ് കണ്ഠരര് രാജീവര് അന്നും തന്ത്രിയാണ് അവിടുത്തെ. അന്ന് ഇയാൾ വളരെ സുമുഖനായ ചെറുപ്പക്കാരനായിരുന്നു. മല്ലിയ കൊണ്ടുവരുന്ന സമയത്ത് അന്ന് ഇയാളുടെ ചിത്രം പത്രങ്ങളിൽ വന്നിട്ടുണ്ടെന്ന്. അതിപ്പോൾ ഈ പത്രങ്ങളിൽ പഴയ ഫയലെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പം പിന്നെ അങ്ങനത്തെ ജേർണലിസമൊക്കെ ഇല്ലാത്ത കാരണമാണ് ഇതൊന്നും വരാത്തത്. ഈ SIT എന്ന് പറയുന്ന പലപ്പോഴും SITയുടെ ഏത് കേസിലാണ് SITയുടെ നിലപാടുകൾ പലപ്പോഴും വിമർശനാത്മകമായിട്ടുണ്ട്. കാരണം പലർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ. ഇതിപ്പോൾ ഏറ്റവും ആശ്ചര്യകരമാകുന്നത് ഹൈക്കോടതിയെ പോലും കബളിപ്പിക്കുന്ന രീതിയിലേക്ക് SIT അങ്ങനെയല്ല. ഹൈക്കോടതിയേക്കാളും പ്രാമുഖ്യം SITക്ക് ഇപ്പോഴുണ്ട്. അഥവാ SIT ചെയ്യുന്നതിനെല്ലാം ദേവസ്വം ബെഞ്ച് കൊട പിടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലല്ലോ. കാരണം ഈ ദേവസ്വം ബെഞ്ചും SITയും മാത്രമാണ് എന്താണ് നടക്കുന്നത് എന്നറിയാവുന്നവർ. ഇവർക്ക് 2 കൂട്ടർക്കും അറിയാവുന്നൊരു കാര്യമുണ്ടല്ലോ, 90 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണമെന്നറിയാമല്ലോ. ഇനിയിപ്പോൾ പോറ്റിക്ക് കൂടി ഇത്തരത്തിൽ കിട്ടുകയാണെങ്കിൽ ഈ കേസേ ഇല്ലാണ്ടായി പോകും. അല്ല, പോറ്റിക്ക് ജാമ്യം കിട്ടും, പിന്നെ എല്ലാവരും ജാമ്യത്തിൽ ഇറങ്ങി നടക്കും. പിന്നെ ഒരു കാര്യം കൂടി, എന്ത് കർശന വ്യവസ്ഥയോടെയാണ് ജാമ്യം? വ്യവസ്ഥ എന്ന് പറയാൻ പോലും ഇല്ല. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ട ഒരു വാർത്ത പരോളിലിറങ്ങിയ അപ്പൊ അതുകൊണ്ട് എന്നിട്ട് അതിന്റെ പറയും കർശന വ്യവസ്ഥയും കൂടി ഉണ്ടെന്ന് പറയും. ഇത് കാരണം ഇത്രയും ഗുരുതരമായൊരു പ്രശ്നത്തിൽ, കാരണം ശബരിമല പോലൊരു ക്ഷേത്രം മൊത്തം കൊള്ളയടിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ കൊള്ളയടിക്കാൻ തീരുമാനിച്ചവർക്ക് സോണിയാഗാന്ധി തുടങ്ങി ഇങ്ങോട്ട് ഉള്ള എല്ലാവരുമായിട്ട് ബന്ധമുണ്ടാകുകയും ചെയ്തിരിക്കുന്നൊരു സാഹചര്യത്തിൽ ഇത്ര ഗുരുതരമായ ഇത്ര വ്യാപകമായ രീതിയിൽ സ്വാധീനമുള്ള കള്ളന്മാർ ഒരുമിച്ച് നിൽക്കുന്നൊരു കാര്യത്തിൽ എത്ര ലാഘവത്തോടെയാണ് SIT അന്വേഷണം നടത്തുന്നത്. അതിനെ നിയന്ത്രിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ദേവസ്വം ബെഞ്ച് അതിനെല്ലാം കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു എന്ന് വേണമല്ലോ ഇതിന് മനസ്സിലാക്കാനായിട്ട്. ഇപ്പം ഇവരെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് ബാക്കി 2 മെമ്പർമാരെ അത് വേണ്ടാന്ന് തീരുമാനിച്ചു. അതെങ്ങനെയാണ്? ഈ ദേവസ്വം ബോർഡിൻ്റെ ഒരു സിസ്റ്റത്തിൽ ദേവസ്വം പ്രസിഡൻറ്റിനും 2 മെമ്പർമാർക്കും തുല്യ ഉത്തരവാദിത്വമാണുള്ളത്. അല്ലാണ്ട് ദേവസ്വം പ്രസിഡൻറ്റിന് കൂടുതൽ ഉത്തരവാദിത്വം, മെമ്പർമാർക്ക് കുറച്ച് ഉത്തരവാദിത്വം ഇല്ല. തുല്യ ഉത്തരവാദിത്വമാണ്.
ഏതെങ്കിലും ഒരു മെമ്പർക്ക് ഇതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് ദേവസ്വം ബോർഡ് യോഗത്തിൽ രേഖാമൂലം പറയുകയും അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും വേണം. അതൊന്നും ഇവർ ചെയ്തിട്ടില്ലല്ലോ. അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ദേവസ്വം ബോർഡ് ഒറ്റ യൂണിറ്റായിട്ടാണ് തീരുമാനം എടുക്കുന്നത്. അല്ലാതെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ തീരുമാനമാണ്. ഞങ്ങൾ വെറുതെ അവിടെ ഇരുന്ന് കശുവണ്ടിയും ചായയും കഴിച്ചുകൊണ്ടിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇവരവിടെ പോയി പങ്കെടുത്തിട്ടുണ്ടല്ലോ. അതിലെന്താ രാഘവൻ എന്തോ പറഞ്ഞിട്ടൊരു മെമ്പർ ഉണ്ടായിരുന്നല്ലോ, മറ്റേ പ്രയാർ. ഞാനവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫോട്ടോ കാണുമ്പോൾ അയാൾ അവിടെ ഉണ്ട്. ഞാനങ്ങനെ എന്നെ ഒന്നിനും അടുപ്പിച്ചിരുന്നില്ല. എന്നാൽ പിന്നെ ഇയാൾക്ക് രാജിവെച്ച് പോകായിരുന്നില്ലേ? പറഞ്ഞെടുത്ത് ഒപ്പിട്ടു എന്ന് മാത്രമേ ചെയ്തതുള്ളൂ എന്നൊക്കെയാണോ പറയുന്നത്? അത് പറഞ്ഞെടുത്ത് ഒപ്പിടാനായിട്ട് എന്താ പപ്പറ്റാണെന്നാ, പാവയാണെന്നാ പറഞ്ഞെടുത്ത് ഒപ്പിടാനായിട്ട്? അപ്പോൾ ഈ രീതിയിൽ പറയുന്നതിന് മുഴുവനും അംഗീകാരം കൊടുക്കുന്ന വിധത്തിലാണ് ആര് പെരുമാറുന്നത്? SIT പെരുമാറുന്നത്. സർ, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. വരുന്നത് തിരഞ്ഞെടുപ്പാണ്. വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF ഉള്ളത്. ഒരു പക്ഷേ എൻ്റെ സംശയമാണ്, ഒരു പക്ഷേ ഇത്തരത്തിൽ എല്ലാവരും ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ള ജയിലിലുള്ള എല്ലാവരും ഇത്തരത്തിൽ പുറത്തിറങ്ങും എന്നുള്ളൊരു ആത്മവിശ്വാസമാണോ ഇതിൻ്റെ ഒരു? അല്ല, അത് മാത്രമൊന്നുമല്ല. അത് കുറേ കഴിയുമ്പോഴേക്കും കോൺഗ്രസ് ഇതിൽ നിന്ന് പിന്മാറും, UDF ഇതിൽ നിന്ന് പിന്മാറും എന്നൊരു വിശ്വാസവും കൂടി LDFനുണ്ട്. കാരണം ഇതിനകത്ത് UDFും പ്രതികളാണ് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത.